എന്നാലും വല്ലാത്തൊരു കാട്ടായ്മ കുര്യാച്ച നീ കാണിച്ചത്. ഇന്ന് ആ പള്ളിമുറ്റത്തിട്ട് നിന്നെ അയാൾ ഷൂട്ട് ചെയ്തിരുന്നേ പോലും അയാൾക്കൊരു ചുക്ക് സംഭവിക്കില്ലായിരുന്നു. അത്രയ്ക്ക് പവർഫുൾ ആണ് അയാൾ മിനിസ്ട്രിയിലും ഫോഴ്സിലും. അങ്ങനെ അങ്ങ് ചിരിച്ച് തള്ളണ്ട കുര്യാച്ച. നീ നോക്കിക്കോ, നിന്റെ നാശം കണ്ട അയാൾ അടങ്ങുള്ളൂ. അല്ല സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. രാജീവ് സാർ അത് വിട്, അത് നമുക്ക് വഴിയെ നോക്കാം. പക്ഷെ എന്നതൊക്കെ ആണെങ്കിലും ഇന്നിവൻ തെറച്ചടിച്ചോട് പറഞ്ഞ് ചെറ്റിത്തരവാ. അമ്മയുടെ പ്രായമില്ലേ ആ സ്ത്രീക്ക്? സാറേ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഒരുമാതിരി. എന്നതാണോ ഞാൻ അറിഞ്ഞേ? നീ പോയി അവരോട് ആ ചെറ്റവർത്താനം പറയുന്നത് ഞാൻ അറിഞ്ഞു. എൽസേ മോളെ നീ പറ, നീ ഒരു പെണ്ണല്ലേ, നിന്റെ കെട്ടും ചെയ്തത് ശരിയാണോ? അല്ല, അച്ചായൻ ആ ചേട്ടത്തിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവരെ ചെന്ന് കണ്ട അച്ചായ മാപ്പ് പറയണം. എൽസ എന്നതായി പറയുന്നത്? നീ മിണ്ടരുത്, നീ ഒറ്റ ബുദ്ധിയാ. കുര്യാച്ച, കുടിപ്പള്ളി കൊടുത്ത് നിനക്ക് 2 അക്ഷരം പറഞ്ഞു തന്നെ ഞാൻ. ആ എന്റെ വാക്ക് നീ കേൾക്കണം. എൽസ പറഞ്ഞ പോലെ നീ തെറുതിച്ചെടുത്തോട് മാപ്പ് പറയണം. പറയാം. അത് പക്ഷെ ചെയ്ത തെറ്റ് മനസ്സിലായതുകൊണ്ടാ, അല്ലാതെ അവരുടെ മോന്റെ മുഴുപ്പ് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. മാപ്പ് പറയുമ്പോ അവർക്ക് അതുകൂടെ മനസ്സിലാകണം.